നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി പ്രാപഞ്ചിക വ്യവസ്ഥക്കതീതമായി അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികളുടെ കഴിവിനതീതമായി മനുഷ്യ കഴിവിനതീതമായി എന്നൊക്കെ വ്യത്യസ്തമായ പ്രയോഗങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഉപകാരവും ഉപദ്രവവും അഭൗതികമായ മാർഗത്തിലൂടെ ഏൽക്കും ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ്